ഇപ്പോൾ പടം വൈസ് നോക്കുമ്പോഴത്തേക്കും പോരാ. അത് പുറത്തൊഴിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വളരെ മോശം തന്നെയാണ്. ധനുഷിന്റെ പെർഫോമൻസും സുരാജേട്ടൻ്റെ ആ ഒരു കിടിലൻ പെർഫോമൻസ് കാര്യങ്ങൾ മാറ്റി നിർത്തി ഫസ്റ്റ് ഹാഫിൽ ഒരു 20 മിനിറ്റ് മാറ്റി ഇങ്ങനെ പടത്തിൽ ഒന്നുമില്ല. വെറും വേസ്റ്റ്. സെക്കൻഡ് ഹാഫ് ഒക്കെ വെറുതെ നശിപ്പിച്ചു കളഞ്ഞു. മമിതയൊക്കെ വെറും വേസ്റ്റാക്കി എന്ന് വെച്ചാൽ നമ്മുടെ കോഴി റോളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നതൊക്കെ കഴിഞ്ഞ് മമിതയ്ക്ക് ബെറ്റർ. അതുപോലെ എടുത്താൽ പോകാത്ത ക്യാരക്ടറെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പുൾ ഓഫ് ചെയ്യാൻ ഇമോഷൻസ് വെച്ചാൽ ഭയങ്കര പാസം, ഓവർ ക്രിഞ്ചാക്കി ഭയങ്കര പാസം കയറ്റി വെച്ചിരിക്കുന്നത്. തമിഴന്മാർക്ക് ചിലപ്പോൾ കണക്ട് ആകുമായിരിക്കും, പക്ഷെ ഇവിടെ ഒന്നും ഓടത്തില്ല, ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇന്റർവെൽ പഞ്ചൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ് പറഞ്ഞത്, ഇന്റർവെൽ പഞ്ചിൽ ഒരു 20 മിനിറ്റ് അത് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായ വേറെ സംഭവമൊന്നുമില്ല. സെന്റിമെന്റൽ മൂവിയാ. പോർത്തൊഴില് കണ്ടിട്ട് നമ്മൾ ചാടിക്കയറി വന്നു കഴിഞ്ഞാൽ ആ സാധനം കിട്ടില്ല. ലൈക്ക് ധനുഷ് ആക്ടിങ്ങും പരിപാടിയൊക്കെ എല്ലാവരുടെയും അമിതാഭ് ബച്ചൻ, ജയറാം, സുരാജ് എല്ലാവരും എമോഷൻ സീൻസ് ഒക്കെ പക്കായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എമോഷൻ സീൻസ് ഉണ്ട്, ഒരുപാട് എമോഷൻ സീൻസ് ആണ് കൂടുതൽ. എമോഷണൽ മൂവിയാ ഫുള്ളായിട്ട്. ക്ലൈമാക്സ് ഒക്കെ ഒരു 1 ടൈം ആവറേജ് വാച്ചബിൾ പടം. എങ്ങനെയുണ്ട്? ജസ്റ്റ് ഇമോഷൻസ് ഒക്കെ കണക്ട് ആവുന്നുണ്ടോ? കുഴപ്പമില്ല, ഒരു നാച്ചുറൽ നോർമൽ. നമ്മൾ പോർത്തൊഴിൽ കണ്ടിട്ട് ഇത് കാണുമ്പോൾ സീറ്റ് അടിച്ച് ത്രില്ലറൊക്കെയാണ് പ്രതീക്ഷ. ത്രില്ലർ ആയിട്ടൊന്നുമില്ല, ഒരു നോർമൽ ആവറേജ് പടം. റോബറി സീനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. മമിതയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? മമിതയെ കൊള്ളാം. സുരാജിന്റെ പോലീസ് വേഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ പടം? എങ്ങനെയുണ്ട്? ധനുഷ് മമിതയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സുരാജ് എങ്ങനെ? സുരാജ് പക്ക ഒരു ത്രില്ലർ മൂവിയാണോ അതോ? ത്രില്ലർ അല്ല, ഒരു ഫാമിലി റോബറിയാണോ? റോബറിയാണ്. ഫാമിലിക്കാണ് കൂടുതൽ